ഇവന് നിന്റെ ഇന്നലും വാങ്ങിച്ചു കൂട്ടും. എന്നാ എന്റെ മോനെ പറ. യോ മോനെ നാഗ്പൂർ എങ്ങാനും കണ്ടെന്ന് ഇപ്പൊ ന്യൂസിൽ പറഞ്ഞായിരുന്നല്ലോ, വിളിച്ചില്ലേ? കളി നമ്മള് തമ്മിലാ. അതിനിടയിലോട്ടെന്റെ മോനെ വലിച്ചിറക്കിയ നീ അനുഭവിക്കും ബോസേ. കളി നമ്മൾ തമ്മിലായിരുന്നെങ്കിൽ നീ എന്തിനാ നിന്റെ മോനെ ഇറക്കി ചെക്ക് വെച്ചത്? നിന്റെ മോൻ മിസ്സിംഗ് ആണെന്ന് TV ന്യൂസ് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു അതെനിക്കുള്ള കപ്പാണെന്ന്. കമ്മീഷണർ മോളുമായിട്ട് കറങ്ങാൻ പോയി നിന്റെ മോൻ എവിടെ പോയി പ്രതാപ? കാറ്റത്ത് പാറിപ്പോയോ? അവൻ എവിടാന്ന് നീയായിട്ട് പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണം? അവനെ പൊക്കി കൈവച്ചാ ഞാൻ നിന്റെ കണക്ക് തീർക്കുമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് തെറ്റിദ്ധാരണയാ ബോസേ. താൻ പറഞ്ഞ കണക്കിന്റെ കാര്യം അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എല്ലാ കണക്കും കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും തീർത്തിട്ടേ ഞാൻ ഈ കൊച്ചി വിടുവന്നു. എന്നെ ഈ കണക്ക് പരീക്ഷയ്ക്ക് ഇരുത്തിയത് നീയും കമ്മീഷണർ സാറും കൂടെ അല്ലേ പ്രതാപ? അതുകൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ടേ ഞാനിവിടെ നിന്ന് പോകും. കണക്ക് തീർക്കുന്നത് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നുള്ള നല്ല വിഷയം. നമ്മൾ ചെയ്യുന്നതിന് ഒരു തെളിവുമില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെയല്ലേ സാറേ? നാഗ്പൂരിൽ നിന്ന് അവനെ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടാവും. 2 ദിവസം തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് തല്ലിയിട്ടുണ്ടാവും. തല്ലുകൊണ്ടവൻ അപ്പനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവാം. അലറിക്കരഞ്ഞ അവന്റെ വായിൽ ആരെങ്കിലും ഇരുമ്പുവടി കുത്തിക്കയറ്റിയിട്ടുണ്ടാവും. രക്ഷപ്പെട്ടോടാൻ നോക്കി അവനെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടാവും. ചോര വാർന്ന റോഡിൽ കിടന്ന അവന്റെ ദേഹത്ത് ആ കാർ കേറി ഇറങ്ങിയിട്ടുണ്ടാവാം. ആ വണ്ടി അവന്റെ അപ്പൻ പ്രതാപവർമ്മയുടേതാവാം. ആ വണ്ടി ഓടിച്ചിരുന്നത് BOSS ബോസ്. തന്നെ കൊണ്ടൊരു ചെയ്യാൻ പറ്റില്ല. സായന്തരം ബാടി വീട്ടിക്ക് വന്ന് ചേർന്നിടും. പാർട്ട്ണർ കിട്ട ചൊല്ലി വെച്ചിട്ട് വരട്ടാ. ഒന്നും മതിയാക്കടോ, നിർത്ത്. നിങ്ങളുടെയൊക്കെ വാക്കേട്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്ത്. ഞാൻ ഉണ്ടാക്കിയതൊക്കെ അനുഭവിക്കേണ്ടവനാടോ തല പൊതച്ചു മുടിക്കിടക്കുന്നേ. നമ്മൾ ഒന്നിച്ച് കളിച്ച കളിയിൽ ഇപ്പൊ ചോര വീണ് നിന്റെ വീട്ടിലാണെങ്കിലും നഷ്ടം നമ്മുടെ രണ്ടുപേരുടെയാ. എന്റെ മോൾ ഇപ്പോഴും നോർമലായിട്ടില്ല. ഇതെനിക്ക് മാത്രമായിട്ടുള്ളൊരു പണിയല്ല സാറേ, നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളൊരു പണിയുടെ തുടക്കമാണ്. അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ആ ഡയലോഗ് അതവൻ്റെ അല്ല, സാറ് മുമ്പ് ആരോടോ എപ്പോഴോ പറഞ്ഞൊരു ഡയലോഗാ. നമ്മളെന്നോ ചെയ്തു വെച്ചതിൻ്റെ വാല് പിടിച്ചു വന്നവനവൻ. ഇയാളുണ്ടെങ്കിൽ നിങ്ങളുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഞാനുണ്ട്, അവനുണ്ട്. ഇനിയിപ്പോ എന്തിന്റെ ബാക്കി ചോദിച്ചു വന്നവനാണെങ്കിലും അവനിനി 2 കാലും കുത്തി നടക്കരുത്. Better make some noise.
കരഞ്ഞ പോലെ അവനും കരയണം സാറേ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവനെ ചെയ്യണം. അവന് അമ്മയും പെങ്ങളും ഭാര്യയൊന്നുമില്ല. ഇല്ലെങ്കിൽ അടുത്ത സിനിമയിലെ ഡയലോഗും പറഞ്ഞുകൊണ്ട് അവൻ വരും. പണിയാണ്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ്. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളികളുടെയോ പിഴവ് കൊണ്ടാവാം. എൻ്റെ മകൻ മരിച്ചത് ആക്സിഡന്റിലല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് തെളിയിക്കാൻ ഒരു നിയമത്തിന്റെ പുറകെ ഞാൻ പോവില്ല. നിന്നെ എനിക്ക് വേണം ബോസേ. അത് ശരി. അപ്പൊ ഇതുവരെ ആർക്കും കഥ മനസ്സിലായിട്ടില്ല അല്ലേ? ബട്ട് വൈ? ഇത്രയും പോലീസുകാരും സിനിമാക്കാരും ഉണ്ടായിട്ടും എന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല അല്ലേ? ബട്ട് വൈ 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 വൈ? നമ്മൾ തമ്മിലുള്ള കണക്കെണ്ണി തീർക്കുമ്പോ തന്റെ മകന്റെ നമ്പറിൽ നിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടാ ഇത് ഇത്രയും ലാഗ് അടുപ്പിച്ചത്. അവൻ വെറും ഇന്റർവെൽ പഞ്ച്. നിനക്കൊക്കെ ഈ പടം തീരുന്നവരെ സീനുണ്ട്. പോട്ടെ സാറേ. ബോസേ, എന്താ അവിടെ നടക്കുന്നത്? ബോസ് അവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്ത്? ബോസിന്റെ കൈ കൊണ്ടാണ് ആ ചെക്കൻ തീർന്നത്. നീ വണ്ടി വിടറ. കാശ് തരാത്തതിന്റെ പേരില് ഒരാളെ കൊല്ലുക നിങ്ങൾക്കതിന് സാധിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം കൊല്ലേണ്ടിയിരുന്നത് എന്നെയല്ലേ? എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ വിശ്വസിക്കണ്ട. വണ്ടി വിടറ. அழாம விஷயத்த சொல்லு. என்னாச்சு? அப்படி என்னதான் ஆயிடுச்சு அப்படி ஆடுறதுக்கு? நான் வந்துட்டேன். வண்டி ஏடுறான். ஒன்றும் ஆகாது உனக்கு. எனக்கு தெரியும். நாம எல்லா கணக்கையும் முடிக்கிற வரைக்கும் நீ சாக மாட்டேன். சாகக்கூடாது. பாருங்க, இவனை முடிச்சிட்டேன். എന്താ ഇതൊക്കെ? ഞാൻ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അന്നോട്ട് ഇന്നവരെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കണ്ണ് നിറയണമെങ്കിൽ നിങ്ങളാരാണെന്ന് എനിക്കറിയണ്ട. ഇത്രയും വർഷം ഞങ്ങളെപ്പോലും അറിയിക്കാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ രഹസ്യം, ഈ കിടക്കുന്നത് ആരാണെന്ന് അറിയണം.